morning, sir. Good morning, students. Good morning, sir. Good morning, sir. Good morning, sir. Morning, sir. Morning, sir. Morning, sir. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഡിഫൈൻ ചെയ്തിരുന്നു. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Force by area. Stress is equal to force divided by area. ഇനി സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രെയിൻ നമ്മൾ സ്മോൾ ഇ വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത്. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു Change in dimension by original dimension. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇനി സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ പറഞ്ഞത് ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ എന്തായിരുന്നു? ഹുക്സ് ലോ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഹുക്സ് ലോ Hooke's law. Elastic limits Stress is directly proportional to strain. Within elastic limit, stress is directly proportional to strain. Sigma directly proportional to it. Within elastic limit. അപ്പോൾ within elastic limit, stress is directly proportional to strain. ഇനി ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു, Young's modulus. So Young's modulus E is equal to stress divided by strain, sigma divided by small e. ഇനി എത്ര ടൈപ്പ് സ്ട്രെസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? സ്ട്രെസ് എത്ര ടൈപ്സ്? 2 types. ഏതൊക്കെയാ 2 types? Normal stress and Normal stress and tensile stress. Normal stress and tensile stress അല്ല. Normal stress Shear and stress. normal stress and shear. ഈ നോർമൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമായിരുന്നു. ഏതൊക്കെയായിരുന്നു നോർമലിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ? Tensile strength and elongation. Tensile compressive. Tensile stress and compressive stress. Tensile stress and compressive stress. ഓക്കെ. ഇനി ഇതേ കണക്ക് തന്നെ സ്ട്രെയിനും ഉണ്ട്. അതിനു മുമ്പേ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? സ്ട്രെസ്സിന്റെ യൂണിറ്റ്, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ വേറൊരു പേരും കൂടി പറയുമായിരുന്നു. ഓൾസോ ബി ഡിനോട്ടഡ് ആസ് പാസ്കൽ. ഇനി സ്ട്രെയിനും ഇതേ കണക്ക് എന്തൊക്കെ ക്ലാസിഫൈ ചെയ്യും? ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. ടെൻസൈൽ, കംപ്രസീവ് ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെൻഷൻ ടെസ്റ്റ് ആണ്, ഒരു സ്റ്റീലിന്റെ ടെൻഷൻ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ TMT ബാർസ് ഒക്കെ കണ്ടിട്ടില്ലേ? അയൺ ബാർസ്, TMT ബാർസ്. അപ്പോൾ ആ TMT ബാർസിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെൻഷൻ ടെസ്റ്റ്.
അപ്പോൾ നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ ടെൻഷൻ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഓർത്തിരിക്കുക, നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ TMD ബാസിനൊക്കെ നമുക്ക് ടെൻഷൻ ടെസ്റ്റ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ TMD ബാസ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സസ് അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺക്രീറ്റിനകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സിനെ അബ്സോർബ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ടെൻഷനെ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് അബ്സോർബ് ചെയ്തെടുക്കാനാണ് റീഇൻഫോഴ്സ്മെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ ടെസ്റ്റ് നമ്മൾ ലാബിൽ പെർഫോം ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ഈ ഒരു സ്കെയിലാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആ TMD ബാസ് പ്ലേസ് ചെയ്യുന്നത്. TMD ബാസ് ഇങ്ങനെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ കാണുന്ന ഈ ബോർഡ് നമ്മൾ താഴത്തേക്ക് മൂവ് ചെയ്യും. താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ TMD ബാർ ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ക്രാക്ക് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സ്കെയിലിൽ നമുക്ക് റീഡ് ചെയ്യാം എന്തുമാത്രം ലോഡ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് ക്രാക്ക് ചെയ്ത് പോയത്, അല്ലെങ്കിൽ അത് ഫ്രാക്ചർ സംഭവിച്ചത്. അത് വെച്ചിട്ടാണ് അതിന്റെ ടെൻഷൻ ടെസ്റ്റിന്റെ, അല്ലെങ്കിൽ എത്ര ടെൻഷൻ അത് അബ്സോർബ് ചെയ്യുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടൊന്നും പഠിക്കണ്ട. നമുക്ക് ഈ ഒരു ഫിഗറും ഇതിനകത്ത് ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളൊരു റീഇൻഫോഴ്സ്മെന്റ് എടുക്കും. ആ റീഇൻഫോഴ്സ്മെന്റിനകത്ത് എന്താണ് ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ. അപ്പൊ ഫോഴ്സ് F, രണ്ട് സൈഡിലേക്കും ഫോഴ്സ് F അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലോങ്ങേഷൻ ഉണ്ടാവും. ഈ TMD ബാറിന് ഇലോങ്ങേഷൻ ഉണ്ടാവും. ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഫ്രാക്ചർ സംഭവിക്കുന്നു. അപ്പോൾ അതാണ് ഈ കർവില് അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ X ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ ഡിനോട്ട് ചെയ്യുന്നു, Y ആക്സിസിൽ സ്ട്രെസ് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ TMD ബാസ് നമുക്ക് റബ്ബർ ബാൻഡിന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇതൊരു റബ്ബർ ബാൻഡ് ആണ്. ആ റബ്ബർ ബാൻഡ് നമ്മൾ കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ കുറച്ച് സ്ട്രെച്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പോ ആ ഒരു പോർഷനാണ് നമ്മൾ ഇത്രയും ലെവലിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, ലീനിയർ റേഞ്ച്. അപ്പോ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് എ. അപ്പൊ പോയിന്റ് എക്ക് നമ്മൾ പറയുന്നതാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അപ്പോൾ വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഈ ഒരു റേഞ്ചിൽ നമ്മൾക്ക് എന്തായിരിക്കും? സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ OA റേഞ്ചിൽ എന്താണ്? The stress strain curve will obey Hooke's law. അതായത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് OA എന്ന് പറഞ്ഞ റേഞ്ച്, ആൻഡ് ലീനിയർ റേഞ്ച്. അപ്പോൾ സ്റ്റീലും അതേ കണക്കായിരിക്കും. ഇപ്പൊ TMD ബാർ മൈൽഡ് സ്റ്റീലിനകത്ത് നമ്മളിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കുറച്ച് ഇലോങ്ങേഷൻ കൊടുത്തിട്ട് ഫോഴ്സ് റിലീസ് ചെയ്താൽ ആ സ്റ്റീല് ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ അത് വന്ന് നിൽക്കും. ഇലോങ്ങേഷൻ ഉണ്ടാകത്തില്ല, പെർമനന്റ് ഇലോങ്ങേഷൻ ഉണ്ടാകത്തില്ല. ഇനി ഇതിന്റെ മുകളിൽ B എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ AB എന്ന് പറഞ്ഞ പോർഷൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. AB എന്ന് പറഞ്ഞ പോർഷൻ, AB പോർഷനിൽ ഹുക്സ് ലോ ഒബേ ചെയ്യില്ല. പക്ഷേ എന്താണ്? AB പോർഷനിലും നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ദ ബോഡി വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പൊ ഇത് ഓർത്തിരിക്കണം. OA റേഞ്ചിൽ എന്താണ്? ഹുക്സ് ലോ ഒബേ ചെയ്യും. ദാറ്റ് മീൻസ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ OA റേഞ്ചിൽ വെച്ച് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്താൽ ഇറ്റ് വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഇനി AB എന്ന് പറഞ്ഞ പോർഷൻ, ഗ്രാഫിൽ AB എന്ന് പറഞ്ഞ പോർഷൻ നോക്കിയാലും അവിടെ എന്താണ്? അവിടെ ഹുക്സ് ലോ ഒബേ ചെയ്യില്ല. സ്ട്രെസ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ബട്ട് വെൻ ലോഡ് ഈസ് റിമൂവ്ഡ് ദ ബോഡി വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പോൾ അതാണ് AB എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, പക്ഷേ ഇറ്റ് വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് when the external load is removed.
അതുകൊണ്ടാണ് ഇത്രയും പോർഷൻ ഇലാസ്റ്റിക് എന്ന് കൊടുക്കാൻ കാര്യം. O2A പോർഷൻ ഇലാസ്റ്റിക് എന്ന് കൊടുക്കാൻ കാര്യം അതുകൊണ്ടാണ്. ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? The body will regain back to its original shape when the external load is removed. Yes, Rachel. സർ ഇവിടെ എ ബിയില് അത് ഇലാസ്റ്റിക് ലിമിറ്റിൽ അല്ലാത്തതുകൊണ്ടാണോ ഹുക്സ് ലോ ഒബേ ചെയ്യാത്തത്? അല്ല, എന്ന് വെച്ചാൽ അപ് ടു എ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അത് ഹുക്സ് ലോ ഒബേ ചെയ്യും. പക്ഷെ A to B എന്ന് പറഞ്ഞ പോർഷനകത്ത് സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കില്ല. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. സ്ട്രെസ് വിൽ നോട്ട് ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോ അത് ഹുക്സ് ലോ ഒബേ ചെയ്യില്ല. സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കില്ല, അവിടെ ഹുക്സ് ലോ ഒബേ ചെയ്യില്ല. പക്ഷേ when external load is removed, it will regain back to its original shape. അതായത് എ ബി പോർഷനിലും നമ്മുടെ ബോഡി ഇലാസ്റ്റിക് ആയിരിക്കും, പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറില്ല. അപ്പോൾ നമ്മുടെ ബോഡി പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇലോങ്ങേഷൻ പെർമനന്റ് ആയിട്ട് ഒരു ഷേപ്പിൽ അത് ചേഞ്ച് വരുള്ളൂ. ക്ലിയർ ആണോ? അപ്പോ ഓർത്തിരിക്കുക, അപ് ടു OA ലിമിറ്റ്. അലൻ പറയൂ. അപ്പൊ ഈ എ ബി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ആണോ? അതെ. എ ബിയില് സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്താല് ഈ കാണുന്ന റീഗെയിൻ ചെയ്യല്ലേ? പഴയ ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യും. ഒറിജിനൽ ഷേപ്പിലേക്ക് ആ വാല്യൂ റീഗെയിൻ ചെയ്യും. പക്ഷെ അവിടെ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കില്ല. ഇനി നമുക്ക് ഈ ഫിഗറിനകത്ത് ഇലാസ്റ്റിക് റീജിയൻ ഏതാന്ന് ചോദിച്ചാൽ O2B ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് റീജിയൻ ആണ്. പക്ഷെ ഇലാസ്റ്റിക് റീജിയൻ ആണ്, പക്ഷെ അവിടെ ഹുക്സ് ലോ ഒന്നും ഒബേ ചെയ്യില്ല. അത് കണക്ക് തന്നെ ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല. ഇത് കണ്ടോ, OA എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ലീനിയർ റേഞ്ച് ആണത്. പക്ഷെ A to B ലീനിയർ അല്ല. എന്താണ്? ഒരു ചെറിയ കർവ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. A to B ലീനിയർ അല്ല, ഒരു കർവ് ആണ് ഫോം ചെയ്യുന്നത്. That means it is not directly proportional to stress is not directly proportional to strain. ഈ സ്ട്രെയിറ്റ് ലൈൻ വരാൻ കാര്യം എന്താ? സ്ട്രെസ് 1 യൂണിറ്റ് ആണെങ്കിൽ സ്ട്രെയിനും 1 യൂണിറ്റ് ആയിരിക്കും. സ്ട്രെസ് 2 യൂണിറ്റ് ആകുമ്പോൾ സ്ട്രെയിനും 2 യൂണിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, ഇത്രയും പോർഷനിൽ സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത്. ഇത് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ്? പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ സാധനം ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തത്തില്ല, പുതിയ ഷേപ്പ് ഫോം ചെയ്യും. ഓ, അപ്പം എ ബി പ്രൊപ്പോർഷണൽ അല്ല. എ ബിയില് പ്രപ്പോർഷണൽ അല്ല, പക്ഷെ ആ ഒരു ചെറിയ പോയിന്റിൽ ഷേപ്പ് ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യും. അതൊരു എന്താണ്, ഇലാസ്റ്റിക് സ്റ്റേജ് പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ആണ്. മനസ്സിലായി. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. പ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ ഷേപ്പ് ഫോം ചെയ്യും. മിഡിൽ കിടക്കുന്ന ഒരു സ്റ്റേജ്, ഇടയിൽ വരുന്ന ചെറിയൊരു റീജിയൻ, ചെറിയൊരു പോർഷൻ, അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ്, ഇതൊന്ന് മായിച്ചോട്ടെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ട്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കിക്കേ, സി പോയിന്റ് ആൻഡ് ഡി പോയിന്റ്. അതിനകത്ത് സി പോയിന്റ് എന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റും ഡി പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ഈൽഡ് പോയിന്റ്. ഓർത്തിരിക്കുക, സി പോയിന്റ് അപ്പർ ഈൽഡ് പോയിന്റ്, ഡി പോയിന്റ് ലോവർ ഈൽഡ് പോയിന്റ്. സോ ഈ സി പോയിന്റ് ആകുമ്പോഴേക്ക് നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. ലോഡ് സ്റ്റാർട്ട് റെഡ്യൂസിങ് and the extension increases. അപ്പോൾ ഈ സി പോയിന്റിൽ വരുമ്പോഴേക്ക് നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. പക്ഷേ ലോഡ് റെഡ്യൂസ് ചെയ്താലും ദ മെറ്റീരിയൽ വിൽ ഇലോങ്ങേറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഇലോങ്ങേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് വലിയ ഇലോങ്ങേഷൻ അല്ല. ചിലപ്പോൾ ഒരു 5 mm, 10 mm അല്ലെങ്കിൽ 20 mm, ഒരു 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഒക്കെയാണ് നമ്മൾ പറയുന്ന ഇലോങ്ങേഷൻ. അല്ലാതെ നമുക്ക് എന്താണ് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും വലിയൊരു ഇലോങ്ങേഷൻ വരണമെന്ന് ഇല്ല. ചെറിയ ഇലോങ്ങേഷൻ, സ്റ്റീലൊക്കെ ആയതുകൊണ്ട് വളരെ ചെറിയ ഇലോങ്ങേഷൻസ് ഒക്കെ പോസിബിൾ ഉള്ളൂ. അപ്പോ ഇലാസ്റ്റിക് സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. ലോഡ് എങ്ങനെയാ റെഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ മെഷീൻ കണ്ടില്ലേ,
ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ രണ്ട് സ്വിച്ചസ് ഒക്കെ കാണാം. ഈ സ്വിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഈ TMT ബാറിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് സ്റ്റേജ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ലോഡ് റെഡ്യൂസ് ചെയ്തെടുക്കും. എന്ന് വെച്ചാൽ ഈ റീഡിങ് സ്റ്റേഷനറി, ഇവിടെ ഒരു സ്കെയില് കണ്ടില്ലേ, ഇലാസ്റ്റിക് സ്റ്റേജ് കഴിയുമ്പോഴേക്ക് ഈ സ്കെയിൽ മൂവ് ചെയ്യാതിരിക്കും. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കെയിൽ ഇങ്ങനെ 0യിൽ നിന്ന് മൂവ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു എന്ന്. ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴും there will be a elongation. അതാണ് ഈ പറയുന്ന C point. C എന്ന് പറഞ്ഞ പോയിന്റ്. C point is known as upper yield point. Upper yield point. This is the stress at which the load start reducing and the extension increases. അപ്പോൾ C പോയിന്റിൽ applied load reduce ചെയ്യും, but there will be an elongation. Upper yield point. ഇനി D എന്ന് പറയുന്നതാണ് lower yield point. Lower yield point. സോ ഇവിടെ ലോവർ yield പോയിന്റിൽ സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ട്രെസ്സിനകത്ത് വേരിയേഷൻ ഒന്നും ഉണ്ടാകില്ല, ബട്ട് സ്ട്രെയിൻ ഇൻക്രീസസ് ഫോർ സം ടൈം. ലോവർ yield പോയിന്റ് സ്ട്രെസ്, സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിരിക്കും, ബട്ട് സ്ട്രെയിൻ there will be a slight variation in strain. അപ്പോ C point and D point are known as yield points. അപ്പോൾ C എന്ന് പറയുന്നത് അപ്പർ yield പോയിന്റും D എന്ന് പറയുന്നത് ലോവർ yield പോയിന്റ്. അപ്പോൾ C പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? C പോയിന്റിൽ നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ്, ബട്ട് there will be a elongation. D പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രെസ് ഈസ് കോൺസ്റ്റന്റ്, ബട്ട് there is a slight increase in strain. ഇനി നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് മുകളിലേക്ക് കയറുവാണ്. മുകളിലേക്ക് കയറി E എന്നൊരു പോയിന്റ് കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്, ദ മാക്സിമം സ്ട്രെസ് ദ മൈൽഡ് സ്റ്റീൽ ക്യാൻ വിസ്റ്റാൻഡ്, അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് സ്ട്രെസിന്റെ വാല്യൂ ഒരു 370 to 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. മൈൽഡ് സ്റ്റീലിന്റെ ultimate stress 370 to 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി അത് കഴിഞ്ഞിട്ട് F എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടോ? F എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ഇതാണ്ടേ ഗ്രാഫ് താഴത്തേക്കാണ് വരുന്നത്. F എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും? ഈ മൈൽഡ് സ്റ്റീൽ റോഡ് ക്രാക്ക് ചെയ്ത് പോയിരിക്കും. അപ്പോൾ അതാണ് ഈ പോയിന്റ് ആൻഡ് F പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ദ മാക്സിമം സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ എന്തുമാത്രം ലോഡ് ഈ മൈൽഡ് സ്റ്റീൽ റോഡ് വിസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ റബ്ബർ ബാൻഡ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ചിങ് വരെ എന്ത് ചെയ്യും? അത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് വരെ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകില്ല. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ റബ്ബർ ബാൻഡ് ബ്രേക്ക് ചെയ്തു പോകും. ആ ബ്രേക്കിംഗ് പോയിന്റ് ആണ് F എന്ന് പറഞ്ഞ പോയിന്റ്. ബ്രേക്കിംഗ് പോയിന്റ് E എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്, ദ മാക്സിമം സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ്. ദ മാക്സിമം സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ്. മനസ്സിലായിട്ടുണ്ടോ? സർ പറ റേച്ചൽ. ഈ C പോയിന്റില് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടാണോ ആ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു. B വരെ ഉള്ളു ഇലാസ്റ്റിക്. B കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഇലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറി കഴിഞ്ഞു. പിന്നെ ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തില്ല. ഓക്കേ സർ. അപ്പർ yield പോയിന്റ്, ലോവർ yield പോയിന്റ് D, ലോവർ yield പോയിന്റ്. E എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്, F എന്ന് പറയുന്നത് ബ്രേക്കിംഗ് പോയിന്റ്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് നിൽക്കുന്ന 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് ഓരോ പോയിന്റ്സും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇല്ലേ, അത് എന്താ അവിടെ കാണിക്കുന്നത്? അതിന്റെ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്തോ സ്റ്റാൻഡേർഡ് ഡയഗ്രാം ആണോ അത്? ആ ഒരു സാധനം നിങ്ങൾ ഇപ്പൊ അത്യാവശ്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. അത്
അത്രത്തോളം നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ഇതാണ്ട് ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ABCDEF ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഈ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. സർ അപ്പൊ എക്സാമിന് ABCDEF ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. മറ്റേതൊക്കെ നമുക്ക് ആ സിവിലുകാർക്ക് കുറച്ച് ഇൻ ഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ വേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു റോഡ്, ഒരു സ്റ്റീൽ റോഡ്, ആ സ്റ്റീൽ റോഡിനകത്ത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ചേഞ്ചസ്, അത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് നമ്മുടെ സിലബസിലുള്ളൂ. അത് മാത്രം ഇപ്പം നോക്കിയാൽ മതി. മറ്റേതൊക്കെ പോകാൻ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് വരും. അത്രയും ഡീറ്റെയിൽസ് വേണ്ട. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഡിയുടെയും എഫിന്റെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ വെച്ച് നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് പുതിയൊരു ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യും. ഡിയുടെയും എഫിന്റെയും ഇടയ്ക്ക് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ്ട് ഈ ഡി പോയിന്റിനും ഈ പോയിന്റിനും ഇടയ്ക്ക്, ഡി പോയിന്റിനും ഈ പോയിന്റിനും ഇടയ്ക്ക് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്താൽ നമ്മുടെ അയൺ റോഡിന് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ റോഡിന് പുതിയൊരു ഷേപ്പ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്തത്. ഒറിജിനൽ ഷേപ്പ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്രയും ഡീറ്റെയിൽസ് ചെറിയ ചേഞ്ചസ് അല്ലേ? അതെ, ചെറിയ ചേഞ്ചസ് ആണ്. എല്ലാം ജസ്റ്റ് എംഎമ്മിന്റെ റേഞ്ചിലേക്കേ വരുള്ളൂ. ഇലോങ്ങേഷൻ ഒക്കെ മാക്സിമം വരുന്നത് ഒരു 5 to 10 mm അല്ലെങ്കിൽ 5 cm to 10 cm റേഞ്ചിലൊക്കെ, 10 cm അത്രയൊക്കെ വരുള്ളൂ. ഒരുപാട് വലിയ ലെങ്ത് ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിലെ TMT ബാർ ഇട്ട കോൺക്രീറ്റ് ഇല്ലേ, RCC, നമ്മുടെ കോൺക്രീറ്റ്, നമ്മുടെ വീടിന്റെ റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്യില്ലേ, അപ്പോ അതിനുള്ളിൽ TMT ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ TMT ബാർ എന്തുമാത്രം ലോഡ് എടുക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഇത്, മൈൽഡ് സ്റ്റീൽ ടെസ്റ്റ്. അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോഴൊന്നും ഈ ടെസ്റ്റ് പെർഫോം ചെയ്യില്ല. പക്ഷേ നമ്മുടെ മെട്രോ റെയിലിന്റെ ബ്രിഡ്ജസ്, അത് കണക്ക് ഒരു ഹൈ റൈസ് ബിൽഡിംഗ്, 3 നിലയിൽ കൂടുതലുള്ള ഹൈ റൈസ് ബിൽഡിങ്സ്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ബിൽഡിങ്സും, ഹൈ റൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ TMT ബാർസിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ആ വർക്ക് പ്രൊസീഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന TMT ബാർ എന്തുമാത്രം ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തിയറി TOS 6 എങ്ങാണ്ട് അത് പഠിക്കാനുണ്ട്. TOS 6 ആണോ TOS 5 ആണോ എന്ന് ഓർക്കുന്നില്ല. TOS 5 എനിക്ക് തോന്നുന്നു. TOS 5 നിങ്ങൾ ഈ TMT ബാർസിന്റെ അതിന്റെ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്നും പഠിക്കില്ല, ജസ്റ്റ് അതിന്റെ ഡിസൈനിങ് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പൊ ഇത് ഓർത്തിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ. അപ്പൊ ഈ ഗ്രാഫ് ഓർത്തിരിക്കുക, ഓരോ പോയിന്റും എന്താന്ന് ഓർത്തിരിക്കുക, എവിടം വരെയാണ് നമുക്ക് ലീനിയർ റേഞ്ച് എവിടം വരെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്നത്, അപ്പർ ഈൽഡ്, ലോവർ ഈൽഡ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സർ പറയൂ. സർ അപ്പൊ എക്സാമിന് നമ്മൾ ഈ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അത് വരയ്ക്കും? വേണ്ട. ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വേണ്ട. ABCDEF ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഈ 370 to 400 mm അത് എന്തിന്റെ ആയിരുന്നു? അത് yield stress ആണോ? 370 to 400 Newton/mm² ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ്. മൈൽഡ് സ്റ്റീല് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, മൈൽഡ് സ്റ്റീലിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് 370 to 400 Newton/mm². അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് സ്ട്രെസ് ദാണ്ട് ഈ പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് അതായിരിക്കും എല്ലാ ഇതിനും അല്ലേ? എല്ലാ മൈൽഡ് സ്റ്റീലിന് അതായിരിക്കും. അപ്പൊ ഈ പോയിന്റ്സ് ABC അതിന് എന്തെങ്കിലും സ്പെസിഫിക് വാല്യൂസ് ഉണ്ടോ? ഇല്ലല്ലോ, അതെല്ലാം അതിനങ്ങനെ സ്പെസിഫിക് വാല്യൂസ് ആയിട്ടൊന്നും പഠിക്കണ്ട. നമ്മൾ ആ സ്റ്റീലിന്റെ, മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് വാല്യൂസ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി.
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് കണക്ക് കണ്ടിന്യൂഷൻ ഒക്കെ ഉണ്ടാവും. പറഞ്ഞില്ല, ടോസ് 5-ലോ 6-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കാനുണ്ട്. ഇത് ടോസ് 4-ലാണോ? നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. ഇനി കണ്ടിന്യൂഷൻ ആയിട്ട് TMT ബാസിന്റെ ഡിസൈനിങ് ഒക്കെ പഠിക്കാനുണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമോ? യെസ് സർ. Yes, sir. സോ നെക്സ്റ്റ് എല്ലാം വളരെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സ്റ്റെബിലിറ്റി, എബിലിറ്റി ടു റിക്കവർ, ഇക്വിലിബ്രിയം. എന്താണ്? നമ്മളൊരു ബോഡിയിൽ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യാണ് സ്റ്റെബിലിറ്റി. A state of rest or balance due to equal action of opposite forces. So net force acting on a body is zero. ഒരു സീസോ എന്താണ് ഇക്വിലിബ്രിയം പോർഷനിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യുവാണ്? രണ്ട് സൈഡിലും ഈക്വൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. The equal load are applied at an equal distance from the center point. So a structure is said to be at an equilibrium position if it returns to its equilibrium position after being disturbed by an external force. So ഒരു ബോഡിക്കകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യുവാണെങ്കിൽ അതാണ് സ്റ്റെബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ. ഇനി സ്റ്റെബിലിറ്റി ഓഫ് എ സ്ട്രക്ചറിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ പറയാം: അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ, സ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പൊ അൺസ്റ്റേബിളിന്റെ ഫിഗർ നോക്കിക്കേ. അൺസ്റ്റേബിളിന്റെ ഫിഗറിനകത്ത് ദാണ്ട് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴെന്താ സംഭവിക്കുന്നത്? ആ ബോഡി ഡിക്രീസസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇറ്റ് സ്റ്റെബിലിറ്റി. അപ്പൊ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് ഒറിജിനൽ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യില്ല. അതെന്ത് ചെയ്യാണ്? ആ കർവിൽ നിന്ന് മൂവ് ചെയ്ത് താഴത്തേക്ക് പോവാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇറ്റ് ഡിക്രീസസ്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തു. എന്നിട്ട് അത് ആ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്തു പോയി. ഇറ്റ് കനോട്ട് എന്താണ് അത് പഴയ പൊസിഷനിലേക്ക് വീണ്ടും റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്താണ്ടേ? ഈ ഒരു ബോഡിക്ക് അത് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അത് മൂവ് ചെയ്ത് പോയിട്ട് വീണ്ടും അത് ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുവാണ്. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇഫ് ആൻ ഒബ്ജക്ട് when given an external unbalanced force returns to its initial position. അപ്പോൾ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ എത്തുവാണ്. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതാണ്ട് ഒരു പ്ലെയിൻ ടേബിളിന്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണ്. ആ ഒബ്ജക്റ്റിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോ അൺബാലൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ എന്താണ്? ഒറിജിനൽ പൊസിഷനിലേക്ക് അത് എത്തില്ല. അതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. If an object, when given an external unbalanced force, does not change its potential energy but maintains the initial potential energy, is called neutral equilibrium. അപ്പോൾ unstable equilibrium, stable equilibrium and neutral equilibrium. അപ്പോൾ unstable equilibriumത്തിനകത്ത് എന്താ ചെയ്യുന്നത്? It will cause a decrease in potential energy. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബോഡി മൂവ് ചെയ്തു, ബട്ട് ദ ബോഡി വിൽ regain back to its original position. And in neutral equilibrium, the body will be moving, but there is no change in potential energy. So stability. Clear ആണോ? Stability. Yes, sir. കണ്ടിന്യൂ ചെയ്യാമോ? സോ ഈ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആവാത്ത എങ്ങനെ? അത് ലൈക്ക് മൂവ് ചെയ്യുമല്ലോ ഒബ്ജക്റ്റ്. അപ്പം കൈനറ്റിക് എനർജി അല്ലേ അത് ഇത് ചെയ്യുന്നേ?
ഏതിനകത്താ? അൺസ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ ഒന്ന് പറയാമോ അലൻ? ന്യൂട്രൽ ഇക്വിലിബ്രിയം. ആ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ചസ് ഒന്നുമില്ല. അല്ല, ബോഡി അവിടുന്ന് ലൈക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് മൂവ് ചെയ്യുമ്പം കൈനറ്റിക് എനർജി അല്ലേ ഉണ്ടാവുന്നുള്ളൂ. പറഞ്ഞോളൂ. ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യോ? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് ഉണ്ട്, പക്ഷെ അത് പഴയ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് തന്നെ തിരിച്ചെത്തുവാണ്. റീഗെയിൻ ചെയ്തു, പക്ഷെ തിരിച്ച് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരുന്നു അത് കണക്ക് തന്നെ തിരിച്ചെത്തും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. So next, stability and center of gravity. Center of gravity ഒക്കെ നിങ്ങൾ പണ്ട് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ബോഡിയുടെ ജോമെട്രിക് സെന്റർ ആണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ പോയിന്റ് അറ്റ് വിച്ച് എൻറ്റയർ വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. The entire weight of the body is assumed to be concentrated, so that if supported at this point, the body would remain in equilibrium at that position. So, നമുക്ക് ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ 60 mm ആണ് ഇതിന്റെ ഡയമീറ്റർ. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്ര ആയിരിക്കും വരുന്നത്? Center of gravity 30 mm. അപ്പോ ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ ജോമെട്രിക് സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നുണ്ടോ? റെഗുലർ ജോമെട്രി ആണെങ്കിൽ, റെഗുലർ ജോമെട്രി സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, അങ്ങനെയൊക്കെ റെഗുലർ ജോമെട്രി ആണെങ്കിൽ. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ ആണെങ്കിൽ കൂടി, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സെന്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന്റെ മീഡിയൻസ്. സോ എന്ത് ചെയ്യാ? അതിന്റെ മീഡിയൻസ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് ജോമെട്രിക് സെന്റർ വരുന്നത്. സോ ഈ ഒരു പോയിന്റ് ആണ് ട്രയാങ്കിളിന്റെ ജോമെട്രിക് സെന്റർ. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും എന്ത് വരുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ബോഡി വിൽ ബി സ്റ്റേബിൾ. അപ്പൊ നമുക്കൊരു റെഗുലർ ജോമെട്രി ആണെങ്കിൽ നമുക്ക് അതിന്റെ സെന്റർ തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? ജോമെട്രിക് സെന്റർ വരുന്നത്. അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, സെൻട്രോയിഡ് ഒക്കെ എന്താണെന്ന്. സെൻട്രോയിഡ് എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ സെമ്മിലില്ല, പക്ഷെ അത് ഓർത്തിരിക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു റെഗുലർ ഫിഗർ ആണെങ്കിൽ ആ റെഗുലർ സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ഒക്കെ ആണെങ്കിൽ അതിന്റെ എക്സാക്ട് സെന്റർ ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലാണ് നമ്മൾ ആ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ദ ബോഡി വിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. So, that's what I പറയുന്നത്. The position of center of gravity of an object affects its stability. പിന്നെ ഈ ഒരു പോയിന്റ് ഓർത്തോണം. The lower the center of gravity, the more stable the object will be. Higher the center of gravity, the object is likely to be toppled over when pushed. അത് നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കാറിനകത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? കുറച്ച് മുകളിലാണ്. പക്ഷേ നമ്മൾ രണ്ടാമത് കാണിച്ചിരിക്കുന്ന കാറിലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴെയാണ്. അപ്പോൾ ഈ ഹ്യൂജ് ടേൺസ്, വലിയ കർവേച്ചറൊക്കെ നല്ല സ്പീഡിൽ കാറ് ടേൺ ചെയ്യുമ്പോൾ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഈ സെക്കൻഡ് കാർ ആയിരിക്കും. ഫസ്റ്റ് കാറിന് എന്ത് ചെയ്യാം? അത് ടോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ അടുത്ത സ്ലൈഡ് എടുക്കാമല്ലോ. സ്റ്റിഫ്നെസ് ക്ലിയർ ആണോ? ഇത് സ്റ്റെബിലിറ്റി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. Yes, sir.
Yes, sir. Yes, sir. So next one, stiffness. Stiffness യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. So stiffness ഇതാണ് definition. It is the resistance of an elastic body to deflection or deformation by an applied force. Resistance of an elastic body to deflection or deformation by an applied force. അപ്പോൾ നമുക്ക് യൂഷ്വലി സ്റ്റിഫ്നെസ് പറയുന്ന സ്പ്രിങ്ങിനാണ്. അപ്പോൾ ഇതൊരു സ്പ്രിങ് ആണ്. ഈ ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിനകത്ത് ഞാനൊരു 10 കിലോഗ്രാം ലോഡ് അപ്ലൈ ചെയ്തു. 10 കിലോഗ്രാം ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യും? ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക്, ഇപ്പൊ എങ്ങോട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്? ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലാസ്റ്റിക് ബോഡി ടു ഡിഫ്ലക്ഷൻ ഓർ ഡിഫോർമേഷൻ, അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? The resistance of an elastic body to deflection or deformation. അപ്പോൾ ഇലാസ്റ്റിക് ബോഡിക്ക് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ സ്പ്രിങ്. അപ്പോൾ സ്റ്റിഫ്നെസ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ കെ. സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ ആണ് F ഡിവൈഡഡ് ബൈ ഡെൽറ്റ. F എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഇനിയിപ്പോൾ ഇവിടെ 10 കിലോഗ്രാം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ വേർ F ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഡിഫോർമേഷൻ ആൻഡ് ഡെൽറ്റ ഡിഫോർമേഷൻ ഓർ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ സ്പ്രിങ്ങിന്റെ ഒറിജിനൽ ലെങ്ത് ഇതായിരുന്നു. ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇത്രയും പോർഷൻ താഴത്തേക്ക് ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഈ പറയുന്നത് ഡെൽറ്റ. സോ ആൻഡ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. എങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ വന്നു? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഈ ഡിഫ്ലക്ഷന്റെ യൂണിറ്റ് മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ. ക്ലിയർ ആണോ സ്റ്റിഫ്നെസ് എന്ന് വെച്ചാലോ? സ്റ്റിഫ്നെസ് ക്ലിയർ. Yes, sir. ഇനി നമ്മൾ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷനും യങ്സ് മോഡുലസുമായിട്ടുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സ്റ്റിഫ്നെസ്സും യങ്സ് മോഡുലസും. അപ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് അറിയാം. യങ്സ് മോഡുലസ് എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. ഇനി അതിനകത്ത് സ്ട്രെസിന്റെ ഇക്വേഷൻ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇനി സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി അവിടെ നമ്മൾ യങ്സ് മോഡുലസ് എഴുതി. അപ്പൊ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. ഇനി സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇനി സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പൊ ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ എന്ത് ചെയ്യാം? അത് ന്യൂമറേറ്ററിലേക്ക് എഴുതാം. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി നമുക്ക് സ്റ്റിഫ്നെസ് എന്താണെന്ന് അറിയായിരുന്നു. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അപ്പോൾ എഫ് ഡിവൈഡഡ് ബൈ ഡി എല്ലിനെ നമുക്ക് സ്മോൾ കെ എന്ന് ഡിനോട്ട് ചെയ്യാം. റിമൈനിങ് എൽ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു കെ എൽ ബൈ എ. ഇനി അവിടെ നിന്ന് എന്ത് എഴുതാം? കെ ഈസ് ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എൽ. എ ഇ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ഇതാണ് സ്റ്റിഫ്നെസ്സും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ. സ്റ്റിഫ്നെസ്സും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ. സർ, ഈ ഡെറിവേഷൻ പഠിക്കണോ? ഇത് എളുപ്പമല്ലേ? സ്റ്റിഫ്നെസ് ഡ്യൂ ടു ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ്. ഇത് പഠിച്ചോളൂ. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിഫ്നെസ് എക്സാമിന് ചോദിച്ചതാണ്. ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ സ്റ്റിഫ്നെസ് ഓഫ് എ സ്പ്രിംഗ് എന്നും പറഞ്ഞ് ചോദിച്ചു. അപ്പൊ സ്റ്റിഫ്നെസ് നമ്മൾ യൂഷ്വലി നമുക്ക് പറയാൻ പറ്റുന്ന സ്പ്രിങ്ങിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഒരു ഇലാസ്റ്റിക് ബോഡിയുടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ആണ് വരുന്നത്. നിങ്ങൾ ഫിസിക്സിൽ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചു ഓർക്കുന്നുണ്ടോ? സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം +2 +1 എനിക്ക് ഓർമ്മയില്ല. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, അത് സ്റ്റിഫ്നെസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഫിസിക്സിൽ സ്പ്രിങ്സ് എന്ന് പറഞ്ഞ പോർഷൻ ഒക്കെ ഇല്ലായിരുന്നോ? ആ പോർഷൻ ഡിലീറ്റഡ് ആയിരുന്നു. ആണോ? നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ? അറിയത്തില്ല, എനിക്കറിയില്ല. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണോ?
സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്റ്റിഫ്നെസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റിഫ്നെസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നു. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, SDOF, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പെൻഡുലത്തിന്റെ എക്സാമ്പിൾ പഠിച്ചേക്ക് ഓർക്കുന്നില്ലേ? പെൻഡുലം +1 ഓ ശരി. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിഫ്നെസ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരും ഇവിടെ. പക്ഷെ അത്രയും ഒന്നും നമുക്ക് ഈ ടോസ് 1 ഇല്ല. കുറച്ച് ബേസിക് കാര്യങ്ങളായിട്ട് പറഞ്ഞു പോയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു, എനിക്ക് തോന്നുന്നു സ്ട്രെസ് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു, സ്ട്രെയിൻ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു. ഞാൻ ഒരു റിലേഷനും പഠിക്കുകയാണ്, യങ്സ് മോഡുലസും സ്റ്റിഫ്നെസ്സുമായിട്ടുള്ള റിലേഷൻ. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്റ്റിഫ്നെസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേഷനും എക്സാമിന് ചോദിക്കാം. ക്ലിയർ ആണോ? യെസ് സർ. നെക്സ്റ്റ് ടോപ്പിക്ക് പറയാമോ? യെസ് സർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബെൻഡിങ് ഓഫ് ബീം. അപ്പോൾ ബീം എന്താന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീം എന്താണ്? ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ബീമിന്റെ പേർപ്പസ് എന്താ? ബീം എന്താ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ റൂഫിന്റെ താഴെ ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ വലിയ ഓഡിറ്റോറിയമം, സ്കൂൾ ബിൽഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റൂഫിന്റെ താഴെ ഇങ്ങനെ ബീംസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ബീംസ്. ആ ബീമിന്റെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ ബീമിന്റെ ഫങ്ഷൻ എന്താ? ലോഡ് ക്യാരി ചെയ്യാം. അപ്പൊ ബീമിന്റെ മുകളിലാണ് എന്തുള്ളത്? റൂഫ്സ് ഉള്ളത്. അപ്പൊ റൂഫിന്റെ വെയിറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ W എന്ന് പറഞ്ഞാൽ റൂഫിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? ബീം ക്യാരി ചെയ്യും. അപ്പോ ഈ W എന്ന് പറഞ്ഞ ലോഡ് ബീമിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ ബീം എന്ത് ചെയ്യാണ്? ബീം വിൽ ബെൻഡ്. കണ്ടോ? ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യാണ്. ഇനി നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ കാണാം, ലോഡ് മുകളിൽ നിന്നാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ലോഡ് അപ്ലൈ ചെയ്യുന്ന ആ പോർഷനിൽ ബീമിന് ലെങ്ത് കൂടുതലായിരിക്കും. കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ ബീമിന്റെ ലെങ്ത് കുറവായിരിക്കും. ആ ഒരു എലമെന്റ്, ഏറ്റവും ടോപ്പിലെ എലമെന്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ബെൻഡ് ചെയ്യാണ്. ബെൻഡ് ചെയ്യുമ്പോൾ ടോപ്പിലെ എലമെന്റിന് ലെങ്ത് കൂടും, ബോട്ടം എലമെന്റിന് ലെങ്ത് കുറയും. ആ ഫിഗർ ശരിക്കും നോക്കിക്കേ, അത് മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. ഇവിടെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ റൂഫിന്റെ വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത്. റൂഫിന്റെ വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യാണ്? ഇങ്ങനെ നമ്മുടെ ഒരു ബെൻഡ് ചെയ്യാണ്. ബെൻഡ് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ ഈ പോർഷന് നീളം കൂടുതലായിരിക്കും, താഴത്തേന് നീളം കുറവായിരിക്കും. അങ്ങനെയായിരിക്കും ബെൻഡിങ് ഉണ്ട്. ലോഡ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിൽ ബീമിന് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, താഴെ ബീമിന് ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഈ ഇൻക്രീസും ഡിക്രീസും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 2 mm 3 mm ഒക്കെ വേരിയേഷൻ ഉണ്ടാകത്തുള്ളൂ ഒറിജിനൽ ലെങ്തിന്. അല്ലാതെ നമുക്ക് വിസിബിൾ, നെക്കഡ് കൊണ്ട് വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഇലോങ്ങേഷനോ കംപ്രഷനോ ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഇഫ് ദർ ഈസ് ആൻ ഇലോങ്ങേഷൻ ഇൻ മെമ്പർ, അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ എന്താണ്? there is a decrease in size of element. അപ്പൊ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്തു? കംപ്രഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഏറ്റവും ടോപ്പില് ടെൻഷൻ ഡെവലപ്പ് ചെയ്തു, ബോട്ടത്തില് കംപ്രഷൻ ഡെവലപ്പ് ചെയ്തു. ക്ലിയർ ആണോ? ടെൻഷനും കംപ്രഷനും. ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ലെങ്ത്, അവിടെ എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ സൈസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് ആൻ എലമെന്റ്, കംപ്രഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ബീമില് ഈ ഒരു സപ്പോർട്ടേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. ഇപ്പം ജോയിൻ ചെയ്ത ആഗ്നസ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ആണോ? ഹലോ,
ഹലോ ആഗ്നസ്. ഈ ആഗ്നസ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ? അബി പ്രസന്റ് അല്ലേ? ഇല്ല സാർ, അങ്ങനെ സ്റ്റുഡന്റ് ഇല്ല. ഓക്കെ, ആഗ്നസ് ലെഫ്റ്റ്. പിന്നെ ആരാ ആഗ്നസ് എന്ന് പറഞ്ഞ ജോയിൻ ചെയ്തതിനകത്ത്? ഓക്കെ, സോ നോക്കിക്കോ, ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. ഇതൊരു സപ്പോർട്ട്. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു ബീം നിൽക്കുവാണ്. ഇത് ഹൊറിസോണ്ടൽ ആണ്. ഇവിടെ ഞാൻ വരച്ച ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടുലേഷൻ വന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരു W ലോഡ് അപ്ലൈ ചെയ്യാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞേ. ഇതിനകത്ത് ടെൻഷൻ എവിടെയായിരിക്കും, കംപ്രഷൻ എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞേ. ടെൻഷൻ മേളില്, കംപ്രഷൻ അടിയില്, താഴെ. ടെൻഷൻ മുകളില്, കംപ്രഷൻ അടിയില്. എങ്ങനെയാ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം വെയിറ്റ് മേളിൽ നിന്നല്ല വരുന്നത്, അപ്പം അവിടെ ആയിരിക്കും ബെൻഡ് വരുന്നത്. വെയിറ്റ് മുകളിൽ നിന്നാണ് വരുന്നത്, അപ്പൊ അവിടെ ബെൻഡിങ് ഉണ്ടാവും. ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ മെമ്പറിന് നീളം കൂടുതലായിരിക്കും, താഴത്തെ മെമ്പറിന് നീളം കുറവായിരിക്കും. അപ്പോൾ ഈ നീളം കൂടിയ മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ ഇൻക്രീസ് ഇൻ ലെങ്തേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലെങ്തേ വരുള്ളൂ. 10 mm അല്ലെങ്കിൽ 3 mm അല്ലെങ്കിൽ 1 cm അത്രയൊക്കെ വേരിയേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ ആ ബീമിനകത്ത് ഒരു സൈഡിൽ കംപ്രഷൻ ആയിരിക്കും, ഒരു സൈഡിൽ ടെൻഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ലെങ്ത് വരുന്നിടത്ത് ടെൻഷനും, ഡിക്രീസ് ഇൻ ലെങ്ത് വരുന്നിടത്ത് കംപ്രഷനും ആയിരിക്കും. ഇനി ഇതാണ്ട് ഇവിടെ ന്യൂട്രൽ ആക്സിസ് എന്നൊരു പോയിന്റ്, ഒരു ലൈൻ ഉണ്ടാവും. ആ ന്യൂട്രൽ ആക്സിസിൽ നൈദർ കംപ്രഷൻ നോർ ടെൻഷൻ. അവിടെ ഒറിജിനൽ എലമെന്റിന്റെ അതേ ലെങ്ത് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് അവിടെ എന്താണ്, നോ ടെൻഷൻ നോ കംപ്രഷൻ. കംപ്രഷീവ് ഫോഴ്സും ഡെവലപ്പ് ചെയ്യില്ല, ടെൻസൈൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യില്ല. അവിടെ എലമെന്റിന്റെ ലെങ്ത് ഒറിജിനൽ ലെങ്ത് തന്നെ ആയിരിക്കും. അതാണ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് ക്ലിയർ ആണോ? ന്യൂട്രൽ ആക്സിസ്. ചോദിച്ചോട്ടെ, ഈ രണ്ട് പോയിന്റില് ഒരു ബീം വെക്കുമ്പോ അതിന്റെ നടുക്ക് വെയിറ്റ് കൊടുക്കുമ്പോ അടിയിലല്ലേ എലോങ്ങേഷൻ വരുന്നേ? ഞാൻ വരയ്ക്കാം. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു, ഇങ്ങനല്ലേ ഉദ്ദേശിച്ചേ? അപ്പം അടിയിലാണോ? വരയ്ക്കാം. ഇവിടെ W ലോഡ് അപ്ലൈ ചെയ്തു. W ലോഡ് അപ്ലൈ ചെയ്തിട്ട് അപ്പൊ ഇതെങ്ങനെ ബെൻഡ് ചെയ്യും? ഓക്കെ, വരയ്ക്കാം. അപ്പോ എവിടുത്തെ മെമ്പറിനായിരിക്കും നീളം കൂടുതൽ, എവിടുത്തെ മെമ്പറിനായിരിക്കും നീളം കുറവ്? ഈ രണ്ട് മെമ്പേഴ്സ് ഉണ്ട്. താഴത്തേനായിരിക്കും നീളം കൂടുതൽ, മേളിലായിരിക്കും കുറവ്. നീളം കൂടിയ എവിടെയാണോ അവിടെ എന്ത് വരും? ടെൻഷൻ വരും. നീളം കുറഞ്ഞ എവിടെയാണോ അവിടെ കംപ്രഷൻ വരും. അത്രേ ഉള്ളൂ അതിന്റെ പ്രിൻസിപ്പിൾ. നീളം എവിടെയാണോ ഇൻക്രീസ് ഇൻ ലെങ്ത് വരുന്നത് അവിടെ ടെൻഷൻ വരും, എവിടെയാണോ ഡിക്രീസ് ഇൻ ലെങ്ത് വരുന്നത് അവിടെ കംപ്രഷൻ വരും. നമ്മുടെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിരിക്കുക. നേരത്തെ കാണിച്ചതിനകത്ത് എന്താണ്, ഒരു എൻഡിലെ സപ്പോർട്ട് ഉണ്ടായുള്ളൂ. ഇവിടെ എന്താണ്, ബീമിന്റെ രണ്ട് സൈഡിലും സപ്പോർട്ട്സ് ഉണ്ട്. മനസ്സിലായോ? എനിക്ക് ടോസ് 3 നമ്മളിത് പഠിക്കാനുണ്ട്. ടോസ് 3 S3 നമ്മൾ ആ ഒരു വാല്യൂസ്, ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഡിഫ്ലക്ഷന്റെ ഒക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോസ് 2 ലാസ്റ്റ് മോഡ്യൂളിൽ എന്തോ വരും, അത് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽ ടോസ് 3 വരും. അപ്പൊ അന്ന് ചോദിക്കരുത് ഇതൊക്കെ എന്തായിരുന്നു എന്ന്. ഇതൊരു ഫിഗർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റിഫ്നെസ് ഡ്യൂ ടു ബെൻഡിങ്. അപ്പോ നമുക്ക് ഈ ഡിഫ്ലക്ഷൻ, amount of deflection എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? amount of deflection of a beam is influenced by
strength of material, length of beam and cross section of the beam. അപ്പോൾ ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ കൂടുതലാണെങ്കിൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വളരെ കുറവായിരിക്കും. ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ, ഇപ്പൊ ഈ ക്രോസ് സെക്ഷൻ വെച്ചതാണ് ഈ ഷെയ്ഡ് പോർഷൻ ആണ്. അതെന്താണ്, നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സൈഡ് എന്താണ് ഈ ഒരു വ്യൂ ക്രോസ് സെക്ഷൻ. അപ്പൊ ക്രോസ് സെക്ഷന്റെ ഡയമെൻഷൻ കൂടുതലാണെങ്കിൽ ബെൻഡിങ് കുറവായിരിക്കും. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതേണം ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ വളരെ കുറവാണെങ്കിൽ ഈ സബ്ജക്റ്റഡ് ടു ബെൻഡിങ്, ബെൻഡിങ്ങിന്റെ ഉള്ള പോസിബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ പഠിച്ച സ്കൂൾ ബിൽഡിംഗ് ഒക്കെ ഓർത്താൽ മതി. സ്കൂൾ ബിൽഡിംഗ് നമ്മുടെ ക്ലാസ് റൂമിനൊക്കെ ഉണ്ടായിരുന്ന ബീം നോക്കിയാൽ വലിയ ബീം ആയിരിക്കും, നല്ല ഡെപ്തും നല്ല ബ്രെഡ്ത്തും ഉള്ള ബീം ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അത്രമാത്രം വെയിറ്റ് അത് വിസ്റ്റാൻഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമുക്ക് വലിയ സൈസിലുള്ള ബീംസ് ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും. സ്റ്റിഫ്നെസ് ഡ്യൂ ടു ബെൻഡിങ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ബക്ലിംഗ്. സോ ബക്ലിംഗ് ഇൻ ഡീറ്റെയിൽ നമ്മൾ S3 പഠിക്കും. അപ്പൊ അതിന് ബക്ലിംഗ് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. കോളംസ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? കോളംസ് എന്തായിരുന്നു കോളംസ് പറഞ്ഞാല്? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് കോളംസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ തൂണെന്ന് പറയും മലയാളത്തില്, തൂണ്. അപ്പോ ഈ കോളത്തില് നമുക്ക് ലോഡ് എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു രീതിയിലായിരിക്കും, മുകളിൽ നിന്നായിരിക്കും ലോഡ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ബീമിന് എങ്ങനെയായിരുന്നു? ബീമിനകത്ത് ആ ബീമിന്റെ 90 ഡിഗ്രിയിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, കോളത്തില് ആക്സിസിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ ഒരു ബെൻഡിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോ കോളം ബെൻഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബക്ലിംഗ്. ബക്ലിംഗ് ഓഫ് കോളംസ്. ബക്ലിംഗ് ഓഫ് കോളംസ്. അപ്പോൾ ബക്ലിംഗിന്റെ ഫോർമുലാസും ഇൻ ഡീറ്റെയിലും ആയിട്ട് നമുക്ക് S3 പഠിക്കണം. അപ്പോൾ ഇവിടെ ബക്ലിംഗ് എന്താണ്, ബെൻഡിങ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ബക്ലിംഗ് വരുന്നത് കോളത്തിലാണ്, ബെൻഡിങ് വരുന്നത് ബീമിലാണ്. അപ്പോൾ ബക്ലിംഗ് ഉണ്ടാവാൻ നമുക്ക് കോളത്തിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നത് എലോങ് ദ ആക്സിസ് ആണ് നമുക്ക് കോളത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ബീമിൽ, ബെൻഡിങ് ഓഫ് ബീമിൽ എന്താണ്, ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ആക്സിസിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഒരു 5 മാർക്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബക്ലിംഗും ബെൻഡിങ്ങും എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയുള്ളൂ. ഫസ്റ്റ് ഡിഫറൻസ് ഓർത്തിരുന്നോണം, ബെൻഡിങ് ഉണ്ടാകുന്നത് ബീംസിനകത്താണ്, ബക്ലിംഗ് ഉണ്ടാകുന്നത് കോളത്തിലാണ്. ഈ ബെൻഡിങ്ങിന് ലോഡ് അപ്ലൈ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ് ബീംസിൽ. അതാണ് അങ്ങനെ ബക്ലിങ്ങിനകത്ത് എലോങ് ദ ആക്സിസ് ആണ് എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് അതിനകത്തുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റിക്ക്. 2-3 തവണ ചോദിച്ചു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബെൻഡിങ് ആൻഡ് ബക്ലിംഗ്, അല്ലെങ്കിൽ ഡിഫൈൻ ബെൻഡിങ് ആൻഡ് ബക്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ മെയിൻ ഡിഫറൻസ് ഇതാണ്. ബെൻഡിങ് ഉണ്ടാകുന്നത് ബീംസിലാണ്, ബക്ലിംഗ് ഉണ്ടാകുന്നത് കോളത്തിലാണ്. അപ്പോ ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്, കോളത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് എലോങ് ദ ആക്സിസ് ആണ്. ഈ പോയിന്റ്സ് ഓർത്തിരിക്കണം. ബക്ലിംഗ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബക്ലിംഗ് ഉണ്ടാകുന്നത്? സോ ഫസ്റ്റ് റീസൺ, no column is perfectly homogeneous. Homogeneous എന്ന് വെച്ചാൽ എന്താ? Made up of same material. No column is perfectly straight. അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന കോളംസ് എല്ലാം പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കും. വളരെ കുറഞ്ഞ കേസിലൊക്കെ ഉള്ളൂ എന്ത് ചെയ്തേ, ഈ കോളം ഇങ്ങനെ പുറത്തേക്കൊക്കെ തെള്ളി പോകാറുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബക്ലിംഗ് ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. ലോഡിംഗ് ഈസ് നോട്ട് ഓൾവേസ് concentric, that is eccentric loading. Eccentric loading എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോളത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന എലോങ് ദ ആക്സിസ് ആണ്. പക്ഷെ ചില കേസിൽ ഈ ലോഡൊന്നും ഇങ്ങനെ ആക്സിസ് അല്ല, ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെ വന്ന് ലോഡൊക്കെ അപ്ലൈ ചെയ്യാൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ കേസിലും ബക്ലിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ കൺസ്ട്രക്ഷനകത്ത് വരുന്ന ചില ഡിഫക്ട്സ് ഒക്കെയാണ് ഈ പറയുന്ന ബക്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3rd മോഡ്യൂളിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫോഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, സ്ട്രെസ്, സ്റ്റിഫ്നെസ്, സ്റ്റെബിലിറ്റി, ബെൻഡിങ് ആൻഡ് ബക്ലിംഗ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തേർഡ് മോഡ്യൂളിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അബി, അനിൽ, Present, sir. അക്ഷ, Present, sir. ആദിത്യൻ, Present, sir. അഫ്സാന, Present, sir. അലൻ, Present, sir. Present, sir. അമൽ, അമൽ റഹ്മാൻ. Present, sir. അമൽ റഹ്മാൻ ഈ ഫുൾ നെയിം അടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അമൽ RTM എന്നൊക്കെ അടിച്ചിട്ടാ പെട്ടെന്ന് മനസ്സിലാവില്ല. അമൽ റഹ്മാൻ TM എന്ന് അടിച്ചിടാൻ പറ്റില്ല. മാറ്റാം, sir. അമൽ സമദ്, Present, sir. ആമിന മുഹമ്മദ്, Present, sir. അമിത്, Present, sir. അമൃത, Present, sir. അന്ന മേരി, Present, sir. ആന്റണി, Present, sir. അനുപം, Present, sir. ആൻസി, Present, sir. ആര്യ, Present, sir. ആഷിൻ, Present, sir. അസിൻ ആൻഡ് Present, Ashwin. sir. Present, sir. ഡേവിഡ് ഗ്രാൻഡ്, Present, sir. ദേവിക എൽ നായർ, Present, sir. ദേവിക എസ്, Present, sir. യദുലക്ഷ്മി, Present, sir. ബിജു, Present, sir. ജഹാന, Present, sir. ജെറിൻ, Present, sir. കിരൺ, Present, sir. നന്ദന, Present, sir. നസിയ, Present, sir. റേച്ചൽ, Present, sir. രഹ്ന, ഋതിക, Present, sir. റൂബൻ ആൻഡോ, Present, sir. സൽവ, Present, sir. ശാന്തിനി, Present, sir. സെബാസ്റ്റ്യൻ ബെനി, Present, sir. ശ്രീലേഖ, Present, sir. ശ്രീരാഗ് പോൾസൺ, Present, sir. വൈഷ്ണവി പ്രദീപ്. Present, sir. ഓക്കെ. അപ്പോ രഹ്ന എന്ന ആബ്സെന്റ് അല്ലേ? രഹ്ന, രഹ്ന എന്ന ആബ്സെന്റ് അല്ലേ? Yes, sir. Rehna absent ആണ്. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. തേർഡ് മോഡ്യൂൾ അപ്പൊ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡ് മോഡ്യൂളും കംപ്ലീറ്റ് ആയി. 4ഉം 5ഉം 6ഉം ഒന്നും ഇത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവില്ല. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ 4th മോഡ്യൂൾ മുതൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവണം. കാൽക്കുലേറ്റേഴ്സ് ഒക്കെ മേടിച്ചാണല്ലോ നിങ്ങൾക്ക് മാത്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് എല്ലാവരും വേണ്ടി വേണം നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ 3 മോഡ്യൂൾ നമുക്ക് വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഉണ്ടായുള്ളൂ. പക്ഷെ തേർഡ് മോഡ്യൂൾ മുതൽ കുറച്ച് ഇൻ ഡെപ്തിലുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഡെയിലി ലെസൺസ് പഠിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ, ഞാൻ ആദ്യം പറഞ്ഞ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ടോസ് 2, ടോസ് 3, ടോസ് 4, ടോസ് 5, ടോസ് 6. എല്ലാ സെമ്മിലും ഇതിന്റെ കണ്ടിന്യൂവേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ 4th മോഡ്യൂൾ മുതലുള്ള കാര്യങ്ങൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഞാൻ ബാക്കിയുള്ള ടോസിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നിങ്ങൾ ഇന്നലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്? Yes, sir. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടിയില്ല. ക്ലാസ് റൂമിലേക്ക് ഞാൻ ഇന്ന് ലിങ്ക് അപ്ലോഡ് ചെയ്യാം. ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും, ഗൂഗിൾ ക്ലാസ് റൂമിൽ. അറിയാം സർ. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ലിങ്ക് ഇടാം. ഇന്ന് രാത്രിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ സർ. അപ്പോ എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് വേണം. ഞാനൊരു 7 ഐറ്റം തന്നായിരുന്നു. അതെല്ലാം എല്ലാത്തിന്റെയും ഓരോ കേസ് സ്റ്റഡി വെച്ചുകൊണ്ടാണ്.
എന്തെങ്കിലും എല്ലാത്തിന്റെയും ഓരോന്ന് പോരെ? ഓരോന്നല്ല, എല്ലാത്തിന്റെയും വേണം. ഓരോന്നൊന്നും അതന്നെ അല്ലല്ലോ. അതല്ല പറഞ്ഞോ. എല്ലാത്തിന്റെയും ഓരോന്ന്. എല്ലാത്തിന്റെ ഓരോന്ന്. സർ, ഈ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താ അതിനകത്തുള്ള ആ കാവിങ്സും സാധനങ്ങളൊക്കെയാണോ, അതോ അത് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അല്ല, ഒന്നുകൂടി പറഞ്ഞേ. സർ, ഈ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താ? അതിനെ കുറിച്ച് എഴുതണമെന്ന് ഉദ്ദേശിച്ചത്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഏതിന്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനാ? അല്ല, സർ തന്ന അസൈൻമെന്റിനകത്ത് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആ ഡീറ്റെയിൽസ് കിട്ടില്ലേ, എങ്ങനെയാ അത് കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തത്, എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മതി. ഇൻ ഡെപ്തിലേക്ക് ഒന്നും ഇറങ്ങി പോകണ്ട. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തത്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്. ഇപ്പോ കുറച്ച് പഴയ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ ഇപ്പോ നല്ല ഹൈ റൈസ് ആയിട്ട് ഇപ്പോ ഒരു 50 മീറ്റർ ഹൈറ്റിലേക്കൊക്കെ എങ്ങനെയാ കൺസ്ട്രക്ഷൻ അവർ ചെയ്തിരുന്നത്. പണ്ട് ആനിമൽസിനൊക്കെ യൂസ് ചെയ്യുമായിരുന്നു ഈ ഹൈറ്റിലേക്കുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ വേണ്ടിയിട്ട്. വലിയ ഡോംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എലിഫന്റ്സിനെയൊക്കെ യൂസ് ചെയ്തിരുന്നു, ഈ വലിയ കല്ലുകളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ എന്നങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്, അതിനകത്തൊക്കെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, ഇതിപ്പോ ഈ അസൈൻമെന്റ് ജസ്റ്റ് ഒരു റഫ് ഡീറ്റെയിൽസ് മാത്രം മതി. അപ്പൊ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് വരയ്ക്കണം, അതിനകത്ത് മാർക്ക് ചെയ്യുക. പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തു കൺസ്ട്രക്ഷന്, പിന്നെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ അവൈലബിൾ ആണെങ്കിൽ അത് എഴുതുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? തേർഡ് മോഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.